ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ളോഗ്. അപ്പോൾ ഞാൻ മുണ്ടൊക്കെ കൊടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്ളോഗിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇതുവരെ പരീക്ഷിക്കാത്തൊരു മേഖലയിൽപ്പെട്ടൊരു വ്ളോഗാണിത്. അതുപോലെ തന്നെ ലെങ്ത്ത് കുറഞ്ഞൊരു വ്ളോഗാണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഞാനപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. കാര്യം ഇതിനെ വലിയ ലെങ്ത്തോ കാര്യങ്ങളോ ഈ വീഡിയോ അപ്ലോഡ് ആകുമെന്ന് പോലും എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഷൂട്ട് ചെയ്തതെന്നേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിട്ട് സെലക്ട് ചെയ്ത് പോകുന്ന വ്ളോഗൊന്നുമല്ല. ഈ പോകുന്ന ഒരു അമ്പലത്തിലേക്കാണ്. അതാണ് ഞാൻ പറഞ്ഞ പരീക്ഷണം എന്ന് പറയുന്നത്. കാര്യം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കൂടെ ഞാനുണ്ട്. ഇതെൻ്റെ അളിയനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ അതേ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതാണ്. ഞാനതെന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സ്ഥലം അളിയൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് കൂടെ വരാൻ നീ കൂടെ വാനും പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പോകുന്നു. അത് കാരണം ഇങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ, എനിക്ക് അമ്പലത്തിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഈ അമ്പലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവമ്പാറ മല എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര്. വളരെ കുറേ പ്രത്യേകതകളുള്ളൊരു അമ്പലമാണ്. ഞാൻ ജസ്റ്റ് ഗൂഗിളിനകത്ത് പൂവമ്പാറ മല, ശ്രീ പൂവമ്പാറ മല എന്ന് സെർച്ച് ചെയ്യുമ്പം എനിക്ക് ഒരു ലൊക്കേഷൻ കിട്ടും. അത് കറക്റ്റ് ലൊക്കേഷനാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. കാര്യം അതല്ലെന്നാണ് നമ്മുടെ അതെൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കാര്യം ഇച്ചിരി വ്യത്യാസമുണ്ട് ആ റൂട്ടിന്. അപ്പോൾ അതാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞാൽ കുറച്ചായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാനെന്തായാലും അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അയച്ചു തരാം. ഗൈസ്, ഞാൻ വിചാരിച്ചത് വെറുതെ ഒരു അമ്പലമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ റൂട്ട് കണ്ടോ, ഇത് കറക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണിമലയിൽ നിന്ന് എരുമേലിക്ക് പോകുന്ന റൂട്ടാണ്. കറക്റ്റ് നിങ്ങൾ ഏത് ലൊക്കേഷൻ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് അടിച്ച് ഗൂഗിൾ മാപ്പിൽ അപ്പോൾ നിങ്ങൾക്കൊരു എസ്റ്റേറ്റ് കിട്ടും. അതായത് നമ്മുടെ മണിമലയിൽ നിന്ന്, അതായത് മണിമല പോണ റൂട്ട്, മണിമലയിൽ നിന്നല്ല മണിമല പോകുന്ന റൂട്ട്, മണിമല എരുമേലി പോണ ആ റൂട്ടാണിത്. ആ റൂട്ട് പോകുമ്പോഴത്തേക്ക് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. ലെഫ്റ്റ് സൈഡിലേക്ക് അതുപോലെ തന്നെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡ് കയറി കഴിഞ്ഞാൽ ഈ ഒരു റോഡ്, അതായത് ഇങ്ങനെ ഒരു കാടിൻ്റെ അന്തരീക്ഷമുള്ള ഈ ഒരു റോഡ് കിട്ടും. അതായത് ഇത് എസ്റ്റേറ്റാണ്, ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ആ റോഡ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് നമ്മൾ വഴി ചോദിച്ചത്. അതെ, അവിടെ ഒരു ബോർഡും കാണുന്നുണ്ട്. ഇതാകണ്ട അവർ കാണിക്കുന്നുണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ടു, ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ഈ അമ്പലത്തിന് കുറേ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകതകൾ നിറഞ്ഞൊരു അമ്പലമാണ്. മലയാള മാസം 1-ാം തീയതി, പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ, അതായത് ഞായറാഴ്ചയിൽ മാത്രം തുറക്കുന്ന ഒരു അമ്പലമാണ്. പിന്നെ ഇവിടെ രാവിലെ തൊട്ടുണ്ട്. രാവിലെ ഇവിടെ എന്തൊക്കെയോ അന്നദാനം പരിപാടി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വൈകിട്ട് ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് അമ്പലം തുറക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുരുതി അങ്ങനത്തെ സെറ്റപ്പ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നത് വല്യച്ഛൻ എന്ന് പറഞ്ഞ ഒരു ആളാണ്. അതായത് പാറ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊരു ഒരാളുടെ പ്രതിഷ്ഠയാണ് ഈ വല്യച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുത്തെ പാറ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ പറച്ചിൽ. അതായത് എനിക്ക് അറിയത്തില്ല, ഇത് അളിയൻ പറഞ്ഞു തന്നതാണ്. നമ്മളിപ്പോൾ ആ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് അമ്പലം. ലൊക്കേഷൻ ഒരു രക്ഷയില്ല. പിന്നെ പ്രത്യേക ഒരു വൈബ്. കാര്യം ഒരു കാട്ടിനകത്തൊരു അമ്പലം, അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കൂടെ. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും വേറെ ലോകത്തേക്ക് കയറിയ പോലെയാണ്. പിന്നെ ഇവിടുത്തെ വഴിപാടുകളും അതുപോലത്തെ കുറച്ച് പ്രത്യേകതകളാണ്. മറ്റേ പുകയില വെറ്റില മുറുക്കാൻ, പിന്നെ അങ്ങനത്തെ കുറേ സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് വീഡിയോ. ഇത്രേ ഉള്ളൂ, വലിയ ലെങ്ത്തൊന്നുമില്ല. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക.